NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കി കോൺഗ്രസ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ നിലപാടും ചർച്ചയായിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട്. അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം. മാത്രമല്ല, ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, നമ്മൾ ഇന്നലെ മുതൽ കാണുന്നുണ്ട് മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ PJ കുര്യനെ പോലെയുള്ള ഏറ്റവും മുതിർന്ന നേതാവ്, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ഇന്നലെ NSS ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇത് വ്യക്തിപരമായ കാര്യമാണ് എന്നൊക്കെ പാർട്ടി തന്നെ പറയുമ്പോഴും അതങ്ങനെയല്ല, അതിനപ്പുറത്തേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു അനുനയത്തിലേക്ക് നേരിട്ട് കോൺഗ്രസ് കടക്കുകയാണ്. സുകുമാരൻ നായരുമായി ആശയവിനിമയം നടക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, തീർച്ചയായും ആദ്യ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് പോകുന്നു, ഇന്നലെ PJ കുര്യൻ പോകുന്നു, ഇന്നലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി സംസാരിക്കുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത് ഔദ്യോഗികമായി തന്നെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം. കാരണം NSSുമായി സുകുമാരൻ നായരുമായി ഏറ്റവും അടുപ്പമുള്ള 3 കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ സുകുമാരൻ നായരെ നേരിൽ സംസാരിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് LDFന് അനുകൂലമായി ശബരിമല വിഷയത്തിലെടുത്ത നിലപാടിന് പിന്നാലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാഞ്ചല്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് മുൻകൈയെടുത്ത് ഈ നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കുവച്ച വിവരം, കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയം ചർച്ചയായി എന്ന് തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള NSSന്റെ രാഷ്ട്രീയ നിലപാടിനോട് ബഹുമാനമാണ് ഉള്ളതെന്നാണ്. ശബരിമല വിഷയത്തിൽ NSS നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിനെ കോൺഗ്രസ് ഒന്നടങ്കം ബഹുമാനിക്കുന്നുമുണ്ട്. രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചർച്ചകൾ നടന്നിട്ടുണ്ട്, ആ വിഷയങ്ങൾ ഇപ്പോൾ പറയേണ്ടതില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നേരത്തെ തന്നെ ഈ സുകുമാരൻ നായരുമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ആവശ്യപ്പെട്ടാൽ സുകുമാരൻ നായരുമായി ഒരു ചർച്ചയ്ക്ക് താൻ തയ്യാറാണെങ്കിൽ, അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് താൻ തയ്യാറാണ് എന്നുള്ളത് വ്യക്തമാക്കിയതാണ്. അത് ഇന്നലെ നടന്ന കൂടിക്കാഴ്ച അത്തരത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നിർദ്ദേശത്തിന്റെ ഭാഗമായാണോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം PJ കുര്യൻ സുകുമാരൻ നായരെ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും ചർച്ചാ വിഷയമാകുമെന്നത് നമുക്ക് ഉറപ്പാണ്. അതിൽ എന്താണ് സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് നമുക്കറിയാനുള്ള സാധ്യതയുണ്ടോ, മാർഗമുണ്ടോ? സുകുമാരൻ നായർ തന്നെയാണ് ആ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത്. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ നിലപാടിന്റെ വിഷയത്തിൽ വ്യക്തമായ നിലപാട് NSSനുണ്ട്, അത് ശക്തമായി തന്നെ NSS പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ 9 വർഷം നീണ്ടുനിന്ന 9 വർഷത്തിൽ ഈ സർക്കാരിനെതിരെ എടുത്ത നിലപാടുകൾക്ക് ശേഷം സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ പുതിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം NSSനുണ്ടോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. അതിന് വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം NSSനകത്തു നിന്ന് തന്നെ NSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പരസ്യ പ്രതിഷേധങ്ങൾ ശക്തമായി സുകുമാരൻ നായർക്കെതിരെ വരുന്നു. NSSന്റെ കരയോഗം ഓഫീസുകൾക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു. പരസ്യമായി തന്നെ പലരും പ്രതികരിക്കുന്നു. ഈ നിലയിൽ സാഹചര്യം വഷളാകുമ്പോൾ വ്യക്തമായൊരു നിലപാട് പറഞ്ഞുകൊണ്ട് ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ചർച്ചകളൊക്കെ അല്ലെങ്കിൽ അനുനയ നീക്കങ്ങളൊക്കെ ഫലം കാണുമോ എന്നുള്ളതാണ് പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.